നമസ്കാരം. 2-3 ദിവസം യാത്രയായിരുന്നു. യാത്രകൾക്കിടയിൽ പെട്ടുപോകുമ്പോൾ വരുന്ന സംഘർഷങ്ങളുണ്ട്. വാഹനത്തിൽ ചെറിയൊരു വാഹനമുണ്ട്, അതിൽ യാത്ര ചെയ്യുമ്പോൾ നിരവധി പേര് വിളിക്കും, ദുഃഖിതരും പീഡിതരും. ഞാനെപ്പോഴും പറയുന്ന പോലെ ലോട്ടറി അടിച്ചവരാരും എന്നെ വിളിക്കാറില്ലല്ലോ. അപ്പോൾ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ അതിന് ചിലത് പരിഹാരം ഉണ്ടാക്കണം. ഒന്ന് കാണാൻ പറ്റുമോ? അതെങ്ങനെയാണ് കാണാൻ പറ്റുക? എനിക്ക് ജ്യോതിഷം അറിയത്തില്ല. ലക്ഷണശാസ്ത്രവും പിന്നെ ഈ കർണേഷി ഉപാസനയിലൂടെ അത് വന്നു ചേർന്നതാണ്. ആ ഉപാസനയിലൂടെ പൂർവ്വജന്മം എടുക്കണം. പൂർവ്വജന്മത്തിലെ ഫലമെടുത്താൽ മാത്രമേ നമ്മൾ 3-ാം തലമുറ, അപ്പം 2 തലമുറ മുമ്പുള്ള ഒരു വിഷയം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്നത്, ഇങ്ങനെ ഒരാൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ജനിച്ചത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം വിവാഹം കഴിക്കാത്തത്, എന്തുകൊണ്ട് വിവാഹം വേണ്ട എന്ന് പറയുന്നത്, ഇനി വിവാഹം കഴിച്ചാൽ തന്നെ ഇത് ബന്ധം വേർപെട്ടു പോകുന്നത്, ഇതൊക്കെ ഒരു വലിയ വിഷയമാണ്. ഇപ്പം നമുക്ക് 2 പേര് തമ്മിൽ ഒരു ജാതക പൊരുത്തം നോക്കി കല്യാണം കഴിക്കാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. പക്ഷേ അത് നിലവിലുള്ള അതിൽ 99% പൂർവ്വജന്മ ശത്രുക്കൾ തന്നെയാണ് ഉത്തമമായിട്ട് വിവാഹം കഴിക്കുന്നത്. പ്രണയിക്കുകയാണെങ്കിൽ പറയുകയും വേണ്ട, അതിനകത്ത് എനിക്കൊരു സംശയം വേണ്ട. പ്രണയ വിവാഹങ്ങൾ 99.9 പരാജയമാണ്, ഭീകര പരാജയമാണ്. കാരണം പൂർവ്വജന്മ ശത്രുക്കൾ ആകർഷണം കൊണ്ട് കല്യാണം കഴിക്കും, ആകർഷണത കൊണ്ട് കല്യാണം കഴിക്കും. ഈ ആകർഷണതയാണ് പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ വിവാഹ പൊരുത്തം നോക്കി ജീവിതങ്ങളെല്ലാം തന്നെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണ് ജീവിതം. അല്ലാതെ സമാധാനപരമായിട്ടുള്ള ജീവിതം ഏതിപ്പോൾ നമ്മുടെ സിനിമയിൽ തന്നെ ഉത്തമമായി 2 പേര് കണ്ടു വിവാഹം കഴിക്കുന്നു. സിനിമ എടുത്താൽ മതി. വിവാഹം കഴിച്ച് വിവാഹം സംഘർഷങ്ങളിലൂടെ പോയാൽ മാത്രമേ സിനിമ സക്സസ് ആവുള്ളൂ. അങ്ങനെ ദാമ്പത്യത്തിനകത്ത് ശാന്തമായി ഒഴുകുന്ന ഒരു നദി ഒഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷേ തിരമാലകളും വമ്പൻ അടിയൊഴുക്കുകളൊക്കെ ഉള്ള ആണ് ആൾക്കാർ ശ്രദ്ധിക്കുക. അതേപോലെ ജീവിത കഥകളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ജീവിതത്തിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ വിട്ടുവീഴ്ചയോടുകൂടി ജീവിച്ചാലും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാലും ഇതാണ് എൻ്റെ തെറ്റുകൾ, ഇതിനെന്തെങ്കിലും പരിമിതികളില്ല, ഇതൊക്കെയാണ് എൻ്റെ ദോഷങ്ങൾ. ഈ ദോഷങ്ങൾ മറ്റേ ഈ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന ആളുമായിട്ട് എങ്ങനെയാണ് ആ ദോഷങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റുക? അവരുടെ മാനസിക സംഘർഷവും പ്രശ്നങ്ങളും എനിക്ക് മനസ്സിലാകും. ഞാൻ അതുമായിട്ട് എങ്ങനെയാണ് അത് കൂടുതൽ കൂട്ടിക്കൊടുക്കാതെ എങ്ങനെയാണ് നമുക്ക് തീർക്കാൻ പറ്റുക? ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മാത്രമേ ഈ ദാമ്പത്യം നിലനിൽക്കുള്ളൂ. അല്ലാതെ 1000 അമ്പലങ്ങളിൽ ക്ഷേത്രത്തിൽ പോയിട്ട് യാതൊരു കാര്യമില്ല. ഇന്നിപ്പോൾ രാവിലെ അപ്പോൾ 3-4 ദിവസം ഞാൻ ഇല്ലായിരുന്നല്ലോ, ആൾക്കാർ വിളിച്ചിട്ട് മകൻ കല്യാണം കഴിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അവന് 36 വയസ്സായി, കല്യാണം കഴിക്കുന്നില്ല, മകന് താല്പര്യമുണ്ടോ? അല്ല, ഇപ്പോൾ താല്പര്യമുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? നിനക്ക് ജീവിതത്തിൽ നിനക്കൊരു താങ്ങും തണലുമായി ഒരാളെ ആവശ്യമുണ്ടോ? ഇതല്ലേ പ്രധാനം. താങ്ങും തണലുമായിട്ട് ഒരാളെ ആവശ്യമുണ്ട്. നിൻ്റെ സ്വകാര്യമായിട്ടുള്ള ദുഃഖങ്ങൾ, നിൻ്റെ മാനസിക സംഘർഷങ്ങൾ, നിൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളെ ആവശ്യമുണ്ടോ? നീ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അടുത്ത ഒരു തലമുറ ഓർക്കാൻ ഒരാളെ ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നല്ല ശതമാനം, ഒരു 35%, നല്ല ശതമാനം 35%, 40% ചെറുപ്പക്കാർക്ക് ജീവിതം എൻജോയ് ചെയ്ത് ശേഷിക്കുന്ന കാലത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. പക്ഷേ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അവർ വളർന്നു വന്ന കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മക്കളുണ്ടായി, അവർക്ക് കൊച്ചുമക്കളെ കാണണം, അവർ നല്ലതായിട്ട് സന്തോഷിച്ച് ജീവിക്കുന്നത് കാണണം. പക്ഷെ എന്തോരം കോടതികളിലുള്ള കേസുകളും പ്രശ്നങ്ങളും എനിക്കറിഞ്ഞൂടാ, ആകെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ദൈവത്തിനോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക. ഒരു സമാധാനവും ശാന്തിയും ഇല്ലാത്ത ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ സ്നേഹിച്ച് പ്രണയത്തിൻ്റെ തീഷ്ണഭാവത്തിലൂടെ അഗ്നിയായി ജ്വലിച്ച് ചാരമായി കെട്ടടങ്ങി പരസ്പരം ശത്രുക്കളായിട്ട് കോടതി വരാന്തയിൽ നിന്ന് കൊച്ചുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് വലിപ്പിക്കുന്ന, അങ്ങനെ വലിച്ച് 2 കുട്ടികൾ അതിൻ്റെ ഇടയിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന, എൻ്റെ അടുത്ത് ഒരു ഭാര്യയും അമ്മയായ സ്ത്രീ പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ ഭർത്താവ് വരുമ്പോൾ മദ്യപിച്ചിട്ടാണ് വരുന്നത്. ആ കുട്ടി ഭയത്തോടെ കൂടി ഓടി വന്നിട്ട് അമ്മ ഒന്ന് മിണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിറയ്ക്കും എന്നാണ് പറയണേ. ഒരു കൊച്ചു കുട്ടിയാണ്. നമ്മളൊന്ന് ആലോചിക്കണം. ആ കുട്ടിയുടെ കണ്ണിലെ ഭയം,
ആ ഭയത്തിൻ്റെ മുമ്പിൽ ഇവർ നിശബ്ദയായി പോവുകയാണ്. ഭർത്താവ് കിട്ടുന്ന ബാങ്ക് മാനേജറിന് കിട്ടുന്ന പൈസ മുഴുവൻ കളയും. ചീട്ട് കളിക്കുകയോ കള്ളു കുടിക്കുകയോ ഒക്കെ ചെയ്ത് കളഞ്ഞ് അവസാനം ഇവരുടെ സ്വത്തും പണവും ലോണും ഇവരുടെ ചെക്കെടുത്ത് ആർക്കണ്ട് കൊടുത്ത് കേസും വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ത്രീയും കൂടെ പോകണം. അവരറിഞ്ഞിട്ട് പോലുമില്ല. അതിന് എനിക്കൊരു ആവശ്യമുണ്ട്, ലോൺ കൊടുക്കാനാണെന്നൊരു ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്ത്രീ ചൊക്കെ ഒപ്പിട്ട് കൊടുത്തു. ഇയാൾ കുടിച്ച് 4 കാലിലും വന്ന് ഈ കുഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കൊരു ശിശുനാശം ഉണ്ടല്ലോ, അതാണ് ഈ ഭർത്താവ് ഇങ്ങനെ ആയപ്പം ആ കുട്ടിയെ ഞാൻ ഒഴിവാക്കേണ്ടി വന്നു. ഞാൻ ഭർത്താവ് അറിയാതെ 2 ദിവസം കഴിഞ്ഞ് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു നന്നായി ഇന്ന് ഇനി അതിനൂടെ ചിലവിന് കൊടുക്കണ്ടല്ലോ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് നിർബന്ധിച്ച്, അത് പുള്ളിക്ക് കല്യാണത്തിന് താല്പര്യമൊന്നുമില്ലായിരുന്നു, അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് കെട്ടിയതാണ്. പുള്ളിക്ക് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം നഷ്ടപ്പെട്ടു പോയപ്പോൾ വിവാഹം വേണ്ടാന്ന് ജീവിച്ചതാണ്. ആ വിരഹ ദുഃഖത്തിൽ, ആ പ്രണയത്തിൻ്റെ ദുഃഖത്തിൽ, ആ ഓർമ്മകളിൽ കുറച്ച് മദ്യപിച്ച് ജീവിതം ഇങ്ങനെ അങ്ങ് പാട്ടും പാടി പോകുമ്പോഴാണ് പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഈ അച്ഛനമ്മമാരുടെ നിർബന്ധം എന്നാൽ പിന്നെ ഒരു കല്യാണം കഴിച്ചോളാം, 2 പിള്ളേരെ ഉണ്ടാക്കി കൊടുത്തു, ഒരെണ്ണം പോയി. എന്നിട്ട് ആ ഒരേ ദുഃഖത്തിൽ നിന്റെ തലമുടിയും മറ്റവളേക്കാൾ നിൻ്റെ എന്തോന്നും തലമുടിയാടി, മറ്റേതായിരുന്നു ഏറ്റവും നല്ലത്, അവൾ സാരി ഉടുക്കുമ്പം അങ്ങനെ പിന്നെ ലാവണ്യമൊക്കെ ഉണ്ടായിരുന്നു, നിനക്ക് എന്തോന്നുണ്ട് എന്ന് പറഞ്ഞ് കുടിച്ച് നശിക്കുന്ന ഭർത്താക്കന്മാരുടെ ഇടയിൽ ജീവിക്കുന്ന ഭാര്യമാരെത്ര? ദാമ്പത്യത്തിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഞാനതൊന്നും ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ജീവിച്ചു തുടങ്ങുമ്പോൾ അവർക്കൊരു ജീവിതമുണ്ട്, ഇപ്പുറത്തൊരു ജീവിതമുണ്ടല്ലേ, ആ ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ വിളിക്കുന്ന പാവപ്പെട്ട അച്ഛനമ്മമാരോട് ഞാൻ പറയുവാണ്, നിങ്ങൾ നിർബന്ധിച്ച് വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഇതൊരു ഘട്ടം കഴിയുമ്പോൾ ദൈവവും ഇല്ല, എന്തൊരു ദൈവം, അങ്ങനെയൊന്നും ഒരുത്തനില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ ഞാൻ കേട്ട്. ദൈവം ഏത് ദൈവം? നീ ഒരിടത്തും പോകണ്ട, ഇവിടെ എന്നാൽ മതി, ഒരു സാമ്യം കാണേണ്ട ആവശ്യമില്ല, ഒരു ദൈവവും ഇല്ല, എന്തൊരു ദൈവം, ജോലി ചെയ്താൽ ജീവിക്കാം എന്ന് പറയുന്ന ഭർത്താക്കന്മാർ ദൈവമൊന്നുമില്ല. അവരുടെ ജീവിതത്തിൽ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ശക്തിയില്ല. നമുക്കിപ്പോൾ വിശ്വസിപ്പിക്കാൻ പറ്റൂ, ഇതൊക്കെ ശക്തിയുണ്ട്, അങ്ങനെ സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പറയാൻ പറ്റും? ഒന്നും പറയാൻ സാധിക്കില്ല. ജീവിതം ഭയങ്കര വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, വല്ലാത്ത അവസ്ഥയാണ്. ഈ അടുത്ത കാലത്ത് ഒരാൾ കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഭാര്യയുടെ അടുത്ത് ആദ്യ രാത്രിക്ക് മുമ്പ് ഭാര്യയുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അന്തം വിട്ടത് എന്താണെന്ന്. അപ്പോൾ പറയും, ഞാൻ കുറച്ച് കാലം ഭ്രാന്താശുപത്രി കിടന്നതാണ്, എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്തിന് കല്യാണം കഴിച്ചു? അത് എൻ്റെ അമ്മ ഞങ്ങൾ 3 ആണുങ്ങളാണ്, ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ സ്വത്തും പണമൊന്നും കിട്ടൂല, ഇത്രയും കൊണ്ട് സെൻറ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ കുറച്ച് ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ പോക്കോ, ഞാൻ നിന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനൊന്നും വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ആ സ്ത്രീ പറഞ്ഞപ്പോൾ. എന്നിട്ട് അയാൾ രാവിലെ പായെടുത്ത് തറയിൽ കിടന്നിട്ട് അവിടെ നിന്ന് ഉറങ്ങും. ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സ്വത്ത് കിട്ടും, കല്യാണം കഴിച്ചാൽ മാത്രമേ സ്വത്ത് വീതം വെച്ച് 3 പേർക്കായിട്ട് തരുള്ളൂ. ആ സ്വത്ത് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം നീ പൊക്കോ, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല എന്ന് പറയുന്ന, കാണാൻ സുമുഖനായ, ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന, വിദേശ ബന്ധമുള്ള, മറ്റേ സ്ത്രീബന്ധങ്ങളൊന്നുമില്ല, ഉണ്ടാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഈ സ്ത്രീക്ക് അറിഞ്ഞുകൂടാ. അവരുടെ ഒരു കണ്ണീരുണ്ടല്ലോ, ആ ഒരു ശാപമുണ്ടല്ലോ, ശാപം. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നതും, ഇപ്പോഴത്തെ പെൺകുട്ടികളും അങ്ങനെ തന്നെ അച്ഛനമ്മമാർക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ തയ്യാറാവും, നിർബന്ധിതമായിട്ടുള്ളൊരു വിവാഹം. പല ജാതകങ്ങളും ഞാൻ അയക്കാൻ പറയും. ഞാൻ നോക്കുമ്പോഴത്തേക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വിവാഹബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിവാഹബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വിവാഹത്തിൻ്റെ ഭീകരമായ ദുരന്തങ്ങൾ അനുഭവിച്ചൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭയമാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ കൂടെ ജീവിച്ച ഒരു പെൺകുട്ടിയെ ഒരാൾ കാണുന്നതും, പെൺകുട്ടികൾ പിന്നെ ക്ഷമിക്കും, ചോദിക്കത്തൊന്നുമില്ല. ഒരാൾ പുരുഷൻ്റെ കൂടെ കഴിഞ്ഞ ഒരുത്തനാണ്, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. സ്ത്രീകളായിട്ടുള്ള പീഡനം, എന്തോരം പെൺകുട്ടികളാണ് ഇത്രയും ദോഷദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നതാണ്. എനിക്ക് പലതിനും സത്യം പറഞ്ഞാൽ പരിഹാരങ്ങളായിട്ടൊന്നും പറയാനില്ല. എന്ത് പൂജകളൊന്നും ഇല്ല ഇതിന്. ദയനീയമാണ് അവസ്ഥ, ഒരു വിധിയാണെന്നാണ്. അതിനാണ് ഞാനീ പറയാം, തലക്കവിരി പോയി കുളിക്കുക, തലവിധി മാറുന്നുള്ള സങ്കല്പം. ഞങ്ങൾക്ക് ശരീരത്തിലെ കുറേ നെഗറ്റീവ് എനർജികൾ പോവും. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാതെ പൂജാരി പൂജ ചെയ്താൽ പൂജ ചെയ്യണ ആളും പൂജ ചെയ്യണ സ്വാമിക്കൊക്കെ കുറച്ച് ദക്ഷിണയൊക്കെ കിട്ടും, അത്ര തന്നെ. പരിഹാരം ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സമർപ്പിച്ച് ചെയ്താൽ ചിലതൊക്കെ പരിഹാരം ഉണ്ടാകുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പെൺകുട്ടികൾ ക്ഷേത്രങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക, വ്രതമെടുക്കുക, ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ കുറേ
ഒരുപാട് കാര്യങ്ങളിപ്പം സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ടുള്ള സ്വയം മാറ്റങ്ങൾക്ക് വിധേയനാകാനായിട്ട് എനിക്ക് പിടിക്കാൻ ഭഗവാന്റെ കാലുകളുണ്ട്, എനിക്ക് തണലേകുന്ന ഭഗവാന്റെ കരങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് ലളിതസഹസ്രനാമവും വിഷ്ണുസഹസ്രനാമവും ചെയ്യുന്ന ഹൈന്ദവ സങ്കല്പത്തിലുള്ളതും ഓരോരുത്തരുടെ മതാടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് അവരാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആത്യന്തികമായി മനുഷ്യന് സമാധാനമാണ് വേണ്ടത്. മാതാവ് എത്രയോ പെൺകുട്ടികൾ നല്ല 30-33 ഒക്കെ വയസ്സ് പ്രായമായ പെൺകുട്ടികൾ സ്വാമി കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, ഇനിയിപ്പോൾ ഇതിങ്ങനെ കാണും എന്ന് പറയുന്ന എത്രയോ നല്ല കുട്ടികളുണ്ട്. നല്ല മോശം കുട്ടികളെന്നല്ല ഞാൻ പറയുന്നത്. അവർ ജീവിതം കുറേ കൂടെ അവർ പഠിച്ച് സ്വന്തമായിട്ട് പഠിച്ചൊരു ജോലി ഉണ്ടാക്കി അവർക്ക് കുറേ കൂടെ കാലം സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന മറ്റ് ഒന്നും പോയി പെട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്ന ശാരീരികമായ അവസ്ഥയിലുള്ള പെൺകുട്ടികളല്ല, മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഇഷ്ടങ്ങൾ സ്വീകരിക്കുന്ന പെൺകുട്ടികളുമല്ല, അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ജോലിയുടെ കർമ്മഭാഗത്തൂടെ ആ കർമ്മത്തിലൂടെ അവൾ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ആത്മസംതൃപ്തി അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. വിദേശത്തൊക്കെ പോയി ജോലിക്ക് അയക്കുന്നവരെ കുറിച്ച് ഞാൻ എപ്പോഴും പറയും, വിദേശത്തു നിന്നൊക്കെ വിളിക്കുന്ന ഒരു 99.9 അല്ലെങ്കിൽ 100% പെൺകുട്ടികൾ മനസ്സുകൊണ്ട് അവരൊരു ജീവിതമില്ലാതെ ജീവിക്കുന്നവരാണ് അവിടെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് വളരെ കഷ്ടം തോന്നും കുടുംബക്കാർക്ക് വേണ്ടി ജീവിക്കുന്നത്, അവിടെ പോയി ജീവിച്ചിട്ട് പണം അയച്ചു കൊടുക്കുന്നത്, സഹോദരങ്ങൾക്ക് വേണ്ടി പണം അയച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിത്യവും ഇത്തരം വാർത്തകൾ തന്നെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിദാരുണമാണ് മനുഷ്യൻ്റെ ജീവിതം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ലോകത്തിൻ്റെ സിനിമ കാണാത്തവരുണ്ട്, പിന്നെ TV കാണാൻ പറ്റാത്തവരുണ്ട്. ആ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യം, പെൺകുട്ടികളുടെ കാര്യമാണ് അതിദയനീയമാണ്. ചില ജീവിതം അങ്ങ് വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. ഒരു സ്ത്രീക്ക് ഏറ്റവും മോശമെന്ന് സ്വയം വിചാരിക്കുന്ന ഒന്നാണ് പരപുരുഷന്മാരുമായിട്ടുള്ള ഹിതമല്ലാത്ത ബന്ധങ്ങൾ കൊണ്ടുള്ള ജീവിതം. അങ്ങനെ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, സ്വാമി എൻ്റെ 2 മക്കളും എന്തിനാണ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് അല്ലലില്ലാതെ കഴിയാൻ പറ്റുള്ളൂ, എൻ്റെ ശരീരമല്ലേ നശിക്കുകയുള്ളൂ സ്വാമി. കാരണം ഭർത്താവ് അങ്ങ് ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാർ മക്കളൊരു പൊസിഷനായി വളർന്നു കഴിഞ്ഞ് വലിയ ലെവലിലെത്തുമ്പോൾ ഈ അമ്മയെ ഓർക്കണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർ കുട്ടികളെ മനസ്സിലാക്കുന്നുണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സ്വാമി, ഞാൻ എങ്ങനെയാണ്, വിദേശ ജോലിയാണ്. ഞാൻ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് ഉദ്ദേശിക്കണമെന്ന്. അതൊന്നും ഞാൻ ആലോചിക്കുന്നില്ല സ്വാമി. കുട്ടികൾ എന്തെങ്കിലും അത് തിരിച്ചറിയോ മനസ്സിലാവുകയോ പറ്റുമോ എങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ, ഇനി മനസ്സിലായില്ലെങ്കിലൊന്നുമില്ല. ഒരു അമ്മയുടെ കർമ്മം, ഒരു ഭാര്യയുടെ ധർമ്മം ശരിയാക്കാൻ പറ്റില്ല, പക്ഷെ അമ്മയുടെ ധർമ്മമുണ്ട്. അവരെ നന്നായിട്ട് 2 പേരും പഠിക്കും, അവർക്ക് കൃത്യമായി ഞാൻ ഫീസും വസ്ത്രങ്ങളും കൊടുക്കും, അവർ നന്നായി പഠിക്കുന്നുണ്ട്, അവർ നശിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവരുടെ ഗ്രഹനിലയൊക്കെ എനിക്ക് ഇട്ട് തന്നു. ഞാനത് നോക്കാൻ പോയില്ല. കാരണം നമ്മളിനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കണ്ട് ഇപ്പോൾ ശ്യാമിനോട് പറഞ്ഞാൽ ഒന്ന് നോക്കി തരാൻ പറഞ്ഞാൽ അയാളിതൊക്കെ നല്ല ക്ലിയറായിട്ട് നോക്കി എനിക്ക് തരും. പക്ഷേ ഞാനിത് അവരോട് പറയണ്ടേ? ആ അമ്മ സന്തോഷകരമായി വേറൊരു ലോകത്തിൽ ഓരോ രാത്രികളിലും ഓരോരുത്തരുടെ ഒപ്പം ജീവിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് ശരീരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് മറ്റുള്ള ശാരീരികമായി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരുപാട് രോഗാവസ്ഥകളൊക്കെ ഉണ്ട് സ്വാമി, പക്ഷേ ഞാനതൊന്നും ആരോടും പറയുന്നില്ല. എൻ്റെ മക്കൾ ജീവിക്കുമല്ലോ സ്വാമി, എനിക്കത് മാത്രം കേട്ടാൽ മതി. മറ്റൊരു നെഗറ്റീവ് സ്വാമി എന്നോട് പറയണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പറയാൻ കഴിയുന്നത്? കുട്ടികൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ അറിയാമായിരിക്കും. അമ്മയ്ക്ക് എന്താണ് ജോലി എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല 2 മക്കളും. നോക്കൂ, അവർ 2 പേരും ഞാൻ പഠിക്കുന്നത് എന്തിനാണെന്ന് പറയുന്നില്ല. നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഉറങ്ങാത്ത അമ്മയുടെ രാത്രികളെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ്. എനിക്ക് വളരെ വേദന തോന്നി ആ സ്ത്രീ എന്നെ വിളിച്ചപ്പോൾ. അവരത് വളരെ മുമ്പം എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്നെ കണ്ട് എൻ്റെ രൂപമൊക്കെ മാറിയല്ലോ. അവരെന്നെ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു, ഇപ്പോൾ പഠിത്തമൊക്കെ അവസാനിക്കാറായി. ഞാൻ ചോദിച്ചു, കുട്ടികളൊന്നും വഴി തെറ്റി പോയിട്ടില്ലല്ലോ സ്വാമി? എൻ്റെ അറിവിൽ അതൊന്നും തെറ്റിയിട്ടില്ല. ഇതെൻ്റെ പ്രാർത്ഥനയാണ്. ഓരോ രാത്രികൾ കഴിയുമ്പോഴും എൻ്റെ ആരോഗ്യവും എൻ്റെ മനസ്സും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഒരു ഭാവി അവരെവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ധർമ്മസങ്കടം. അപ്പം ഞാൻ ഈ ഭർത്താവിനെ കുറിച്ച് വല്ല ഊരമുണ്ടോ? അതും ഭർത്താവും അല്ലേ, 2 കുട്ടികളെ സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പോയി. ചില വിധികൾ കൊണ്ടൊക്കെ സംഭവിക്കും. വിധികൾ, ഇപ്പം എൻ്റെയൊക്കെ കഥ എടുത്താൽ വിധികളെയൊന്നും നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. എൻ്റെ കപടസന്യാസിയുടെ ആത്മകഥ വായിച്ചാൽ ഞാൻ വിധിയെ തടുക്കാൻ വിധികർത്താവിനും കഴിയില്ല. അതാണ്, ഒരുത്തനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് പേനയുടെ തുമ്പം കുടിച്ചു കളയും. അത് ആ പേനയുടെ അവസാനമാണ്, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനം. അതേപോലെ നമുക്ക്, ഞാൻ രുദ്രസിംഹാസന സിനിമയിൽ
പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയെ കൊണ്ട്, വിധിയെടുക്കാൻ വിധികർത്താവിനും കഴിയില്ല. വിധി ഉണ്ടാക്കുന്നവന് പോലും പറ്റില്ല. അത് അവൻ്റെ ഒരു വിധിയാണ്, അത് പറയുക എന്നുള്ളത്. അങ്ങനെ ഒരു വളരെ വളരെ ഭീകരമായിട്ടുള്ള ഒരു മനുഷ്യാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എവിടെയാണ് ഇതിൻ്റെ തുടക്കം, എവിടെയാണ് ഇതിൻ്റെ മധ്യാവസ്ഥ, എവിടെയാണ് ഇതിൻ്റെ അവസാനം? ഇവിടെ ദൈവങ്ങളില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥകളിലായിട്ട് ദൈവങ്ങൾ, നമ്മൾ വേദപുസ്തകങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് നാശമുണ്ടാകരുത്, എനിക്ക് ദോഷദുരിതങ്ങൾ ഉണ്ടാകരുത്, എനിക്ക് മനസമാധാനവും ശാന്തിയും വേണം എന്ന് വിചാരിക്കുന്നതാണ് നല്ലത്. അതിന് പകരം എനിക്ക് കുറേ പണം കിട്ടണം, ഞാൻ മറ്റുള്ളവരെയൊക്കെ എങ്ങനെയെങ്കിലും വഞ്ചിച്ചും ചതിച്ചും പറ്റിച്ചും ഒക്കെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് സമാധാനവും ശാന്തിയും, എൻ്റെ സന്താനങ്ങൾക്ക് സമാധാനവും ശാന്തിയും, എന്നെ സ്നേഹിക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും, അത്തരം ഒരു ജീവിത മുഹൂർത്തങ്ങളിലൂടെ, ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നതല്ലേ നല്ലത്? ഞാനിത് പറയാനുള്ളൊരു പ്രത്യേകിച്ച് ഒരു വിഷയമായിട്ട് പറയാനില്ല. മനസ്സിനെ പോറലേൽപ്പിക്കുന്ന, മനസ്സിനെ വിഷമിപ്പിക്കുന്ന, മനസ്സിനെ വേദന ഉണ്ടാക്കുന്ന, മനസ്സിൻ്റെ പോറൽ വീണ് ചോര പൊടിയുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് എന്തിനാണ് ഞാൻ DNA-യിൽ വന്നിരുന്നത് ഇങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്? എൻ്റെ ഈ പ്രോഗ്രാം ഞാനിത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് അറിയുന്നുണ്ടോ? നമുക്കൊക്കെ തന്നെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ള ഒരാൾക്കാരാണ്. ഞാൻ ഇന്ന് രാവിലെ ആലോചിക്കും, ഇന്ന് എനിക്ക് ആരെങ്കിലും അബദ്ധത്തിലെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്യാതിരിക്കാൻ എന്താണ് മാർഗം? എന്താണ് ആ തെറ്റിൻ്റെ പാപഫലങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് എൻ്റെ മുമ്പിലേക്ക് വരുന്നുള്ളത് കൊണ്ട് ഞാൻ അതിങ്ങനെ ഓർക്കും. ഇന്നും ദൈവം എത്ര കാലം ആണ് നമ്മളെയൊക്കെ തന്നെ ദൈവം മുമ്പിലോട്ട് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. ഞാനെപ്പോഴും പറയും, പോത്തിൻ്റെ കാലച്ച, അതിൻ്റെ കാലച്ച നമ്മൾ കേൾക്കണ്ട. ആ കാലച്ച നമ്മൾ കേൾക്കാതെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നതാണ് നല്ലത്. നമ്മളതിനെ ആഗ്രഹിക്കേണ്ട. പക്ഷേ ഇങ്ങനൊരു സത്യമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഓരോ നിമിഷവും കഴിഞ്ഞു പോകും തോറും അടുത്ത നിമിഷം നമുക്ക് വീണ്ടും ജീവിതം ശ്വസിക്കാനുള്ള ശ്വാസം ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഈശ്വരൻ തന്നുകൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചശക്തി, ആ ശ്വാസമാണ് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും. എന്നാണോ ആ ശ്വാസം നിലയ്ക്കുന്നത്, അന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ദൈവികമായ ഈശ്വരീയമായ ആ ശക്തിയിൽ നിന്ന് നമ്മൾ വേർപെടുതലുണ്ടാകും. നമ്മൾ ജഡാവസ്ഥ, മറ്റൊരവസ്ഥയിലേക്ക് പോകും. എന്തായാലും ജീവിതാനുഭവങ്ങൾ, ദുഃഖദുരിതങ്ങളില്ലാതെ മനുഷ്യന് സമാധാനവും ശാന്തിയും കിട്ടി. ഇനി സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും, തലമുറകൾക്ക് പോലും ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.